എങ്ങനെയുണ്ട് ഹാജിയാരെ? വഞ്ചനയിലും കാപട്യത്തിലും നിങ്ങളെ തോപ്പിക്കാൻ വേറെ ആർക്കും ആവില്ല. മാപ്പ് തന്ന് മക്കയിലേക്ക് അയക്കാമെന്നുള്ള നിങ്ങളെ വാഗ്ദാനം കൊണ്ട് ഇൻസ്പെക്ടർ രാമനാഥയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ലോകത്തില് ഏറ്റവും പുണ്യവും പരിശുദ്ധവുമായ മക്കയിൽ പോയി പാർക്കാൻ ആരാണ് കൊതിക്കാത്തത്? പക്ഷെങ്കില് നിങ്ങളീ പറഞ്ഞതിലെ ചതി എനിക്ക് മനസ്സിലായിക്കണം സായിപ്പേ. ഞാൻ മക്കയിലല്ല പറഞ്ഞത്, ഇവിടെ വീരേതിഹാസങ്ങൾ രചിച്ച ഈ ഏറനാടൻ മണ്ണിലാണ്. ഇവിടെ മരിച്ചു വീഴാനും ഈ മണ്ണിൽ ലയിച്ചു ചേരാനുമാണ് എന്റെ തീരുമാനം. മലബാർ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പട്ടികയിൽ നിന്നും കേന്ദ്രം ഒഴിവാക്കിയതും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള ധീരരായ പോരാളികളെ സൈബർ സംഘികൾ സൈബർ ഇടങ്ങളിൽ നിന്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മലബാർ സമര പോരാളികളെ നിന്ദിക്കുന്നത് രാജ്യദ്രോഹം എന്ന സന്ദേശവുമായി മലബാർ സമര അനുസ്മരണ സമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന സമരാനുസ്മരണ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രൗഢഗംഭീരമായ തുടക്കം. കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്നും ആരംഭിച്ച യാത്രയ്ക്ക് കോർഡിനേറ്റർ ടി മുജീബ് റഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി. ശേഷം അതിജീവന കലാസംഘം അവതരിപ്പിച്ച തെരുവു നാടകവും ഏറെ ശ്രദ്ധേയമായി. മലബാർ സമര അനുസ്മരണ പാട്ടുകൾ നൗഫൽ മഞ്ചേരിയും സംഘവും അവതരിപ്പിച്ചതും ഏറെ കയ്യടി നേടി. സമര ചരിത്ര പുസ്തകങ്ങളുടെ വിൽപ്പനയും ചടങ്ങിൽ നടന്നു. ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരാനുസ്മരണ യാത്ര ഈ മാസം 25-ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. വിവിധ ജില്ലകളിൽ മലബാർ സമര അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള തെരുവു നാടകങ്ങളും പുസ്തക വിതരണവും അനുസ്മരണ ഗീതങ്ങളും നടക്കും. റോമിലെ പ്രഭുക്കന്മാരുടെയും പ്രതികളുടെയും നിശാസ്വപ്നങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അയാൾ ജനറൽ ക്രാസസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം അടിമക്കലാപം അടിച്ചമർത്തി. സ്വതന്ത്ര ചിന്തയ്ക്കും ശാസ്ത്രാന്വേഷണങ്ങൾക്കും വിലക്ക് തീർത്ത പൗരോഹിത്യം ഇൻക്വിസിഷൻ എന്ന മതദ്രോഹ വിചാരണകളിലൂടെ വംശവരെയും അധികാരമത്തും തലക്ക് പിടിച്ച പടിഞ്ഞാറൻ ശക്തികൾ കൊളോണിയൽ അധിനിവേശത്തിന്റെ പടയോട്ടം ആരംഭിച്ചു. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ നാടുകളിലേക്ക് യൂറോപ്യൻ അധിനിവേശത്തിന്റെ നീരാളിക്കൈകൾ നീണ്ടു ചെന്നു. മതവെറിയുടെയും മനുഷ്യവിരുദ്ധതയുടെയും അശാന്തി വിതറി. മലബാറിലെ മാപ്പിള ധീരന്മാർ പ്രതിരോധത്തിന്റെ നെടുങ്കോട്ടകൾ ഉയർത്തി പരദേശികളെ എതിരിട്ടു. ധീരോദാത്തമായ ആ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രമാണ് ഇവിടെ ചുരുളഴിയുന്നത്. ചോരപൂത്ത പടനിലങ്ങൾ. വരുവിൻ കൂട്ടരെ, കാണുവിൻ കൂട്ടരെ, വമ്പുറ്റൊരി കഥ കേൾക്കുവിൻ കൂട്ടരെ, വമ്പാർന്ന സ്വാതന്ത്ര്യ പോരാട്ടമിക്കഥ, വമ്പരാം വീര ശുഹു പടാപൊരുതിയ വിരൂതരാം ധീര ഭടന്മാർ തൻ കഥ, വഞ്ചകർ ക്രൂരരാം പറങ്കിക്കൂട്ടത്തെ വീറോടെതിരിട്ട കുഞ്ഞാലിമാർ കഥ, വെള്ള സാമ്രാജ്യത്ത ദുഷ്ടപരീക്ഷയെ വെള്ളം കുടിപ്പിച്ച ടിപ്പുവിന്റെ കഥ, വെള്ളക്കാരിയൻ കുന്നന്റെ വീരക്കഥ, വെള്ളപ്പട്ടാളത്തെ വീറോടെ നേരിട്ട വീരരാം മാപ്പിള പോരാളികൾ കഥ, വിണ്ണിലും മണ്ണിലും വിപ്ലവ താരകം വിസ്മയം തീർത്തു വിരചിച്ചൊരി കഥ. വരുവിൻ കൂട്ടരെ, കാണുവിൻ കൂട്ടരെ, വമ്പിറ്റരി കഥ കേൾക്കുവിൻ കൂട്ടരെ, വരുവിൻ കൂട്ടരെ, കാണുവിൻ കൂട്ടരെ, വമ്പുറ്റരി കഥ കേൾക്കുവിൻ കൂട്ടരെ. ഭൂമിയുടെ അച്ചുതണ്ട് പിടഞ്ഞു. ഈ ഭൂഗോളത്തിലെ അക്രൈസ്തവമായ സകലതിനെയും നിഷ്കാസനം ചെയ്യുവാനും മാനവിക മൂല്യങ്ങൾ പിറവികൊണ്ട സംസ്കാരങ്ങളെ 2 നൂറ്റാണ്ട് നീണ്ട കുരിശുയുദ്ധങ്ങളുടെ തുടക്കം കാലം സാക്ഷ്യപ്പെടുത്തിയ ഒരു മതചിഹ്നം വാഴ്ത്തപ്പെട്ടു. യൂറോപ്യൻ മതത്തിന്റെ രക്തകുതി അവിടെ തീർന്നില്ല. എല്ലാ രാജ്യസ്വരൂപങ്ങൾക്കും മുകളിൽ കരയുടെയും കടലിന്റെയും സർവാധിനാഥനായി സ്വയം സ്ഥാനാരോഹണം ചെയ്ത വിശുദ്ധി ഏൽപ്പിച്ചു. മിസ്റ്റർ വാസ്കോ. യെസ് യുവർ ലോർഡ്. ഇന്ത്യ വരെയുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കാൻ പോർച്ചുഗലിന് പരിശുദ്ധനായ പോപ്പിൽ നിന്ന് അധികാരം കിട്ടിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ട് തിരുമനസേ. ദൈവത്തിന്റെ വൈസ്രോയിയാണ് പോപ്പ്. എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. തിരുമനസേ, മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധ പോപ്പ് ഇന്നസെന്റ് മൂന്നാമന്റെ തിരുമൊഴികൾ എന്താണെന്ന് വാസ്കോയ്ക്ക് അറിയുമോ? ദൈവത്തിന് 2 വാളുകളുണ്ട്. ഒന്ന് മതത്തിന്റെ,
മറ്റൊന്ന് രാജ്യഭരണത്തിന്റെ. ഇവ രണ്ടും ദൈവം പോപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാസ്കോടെ നാമും പോർച്ചുഗൽ ജനതയും കാതോർത്തിരിക്കും. ഭാവവിശുദ്ധകളായ പതിവ്രതകളെ മൃഗതൃഷ്ണയുടെ ഭോഗപ്രഹരങ്ങളേൽപ്പിച്ചു. പിഞ്ചിളം കുഞ്ഞുങ്ങളെ ജീവനോടെ മുതലകൾക്ക് എറിഞ്ഞുകൊടുത്തു. വാഴ്ത്തിപ്പാടപ്പെട്ട ക്രൈസ്തവ മൂല്യങ്ങളൊന്നും ഈ കൊടും ക്രൂരതകൾക്ക് വിലങ്ങുതടിയായില്ല. ഗാമയുടെ മരണനൗക ചോരക്കടലുകൾ താണ്ടി 1498 മേയിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട് തീരമണഞ്ഞു. സസ്യശ്യാമളവും ശാന്തസുന്ദരവുമായ മലയാള മണ്ണ് അധിനിവേശത്തിന്റെ ആദ്യപാദസ്പർശമേറ്റ് അശുദ്ധമായി. കച്ചവട നിബന്ധനകളുടെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞതിനപ്പുറം നമുക്കൊന്നും പറയാനില്ല. കോഴിക്കോട്ട് കപ്പൽ അടുപ്പിക്കാനും നാടാകെ പാണ്ഡികശാലകൾ കെട്ടാനും കമ്പോളങ്ങളിൽ ചരക്കുകൾ വിറ്റഴിക്കാനുമുള്ള അനുവാദം പോർച്ചുഗലിന് മാത്രമായിരിക്കണമെന്നാണ് രാജാവിന്റെ താല്പര്യം. എല്ലാ ദേശക്കാരും ഭാഷക്കാരും അംഗീകരിച്ച വാണിജ്യ മര്യാദ ഉണ്ടല്ലോ ലോകത്ത്. നിങ്ങൾക്ക് മാത്രം അതൊന്നും ബാധകമല്ലെന്നാണോ? നാടുവെട്ടിപ്പിടിച്ചും നമ്മളെ കൊള്ളയടിച്ചും നാട്ടുമന്നരിൽ ചിലരെ പാട്ടിലാക്കിച്ചും വിദേശികൾ നാം കാലം ആഞ്ഞു വന്നുള്ള പോർച്ചുഗീസുകാരോടെതിർത്തു. തായ കപ്പലുകൾ തകർത്ത മാപ്പിളവീരൻ മൂപ്പര് ധീരവീര ശൂരന കുഞ്ഞാലി മരക്കാ കുഞ്ഞാലി മരക്കാ. കുഞ്ഞാലിമാരുടെ അടിയെ തലയുയർത്തിയെങ്കിലും കൂടുതൽ ശക്തരായ ഡച്ചുകാർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇംഗ്ലീഷുകാരും എത്തി. ഇന്ത്യ അധിനിവേശ ശക്തികളുടെ വിഹാരഭൂമിയായി മാറി. എന്നാൽ കൊളോണിയൽ സൈന്യങ്ങൾക്കിടയിലെ സേനക്ക് നേരെ നാടിന്റെ വീരപുത്രന്മാർ നയിച്ച ധീരോദാത്തമായ ചെറുതുരങ്ങാടി പള്ളി വളഞ്ഞു. പള്ളിക്ക് നേരെ പട്ടാളം വെടിവെച്ചു. പള്ളി തകർക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചു. വെള്ളത്തുണി കാണിച്ച് പള്ളിക്ക് പുറത്തു വരുന്നവരെ അറസ്റ്റ് ചെയ്യില്ലെന്ന ധാരണയിലും പുറത്തെത്തിയ ആദിമുസ്ലിയാരെയും മറ്റും പട്ടാളക്കാർ ബന്ധനസ്ഥരാക്കി. നിരായുധരായിരുന്നിട്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് കുതിച്ച മാപ്പിള പടയാളികളെ കണ്ട് സൈന്യം ഭയന്നു. പട്ടാളക്കാരും പോരാളികളും അടക്കം നിരവധി പേർ മരിച്ചു വീണു. ആലിമുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ അടച്ചു. തൃശൂർ ലഹള 21 ഫെബ്രുവരി 26 ലോയൽറ്റി പ്രൊസഷൻ എന്ന പേരിൽ ബ്രിട്ടീഷ് രാജ്യഭക്തരായ ക്രിസ്ത്യാനികളുടെ പട്ടണപ്രവേശനം നടന്നു. മുസ്ലിം പള്ളിക്ക് മുന്നിലൂടെ വാദ്യമേളങ്ങളോടെ ആഘോഷപൂർവ്വം കടന്നുപോയ ബ്രിട്ടീഷ് അനുകൂല ജാഥയെ മുസ്ലിങ്ങൾ തടഞ്ഞു. നിരവധി കടകളും തകർന്നു. ഫെബ്രുവരി 28 ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ നേർക്ക് അക്രമം അഴിച്ചുവിട്ടു. ഹിന്ദുക്കളെ സഹായിക്കാൻ മലബാറിൽ നിന്ന് തീവണ്ടിയിൽ മാപ്പിളമാരെത്തി. സമര നേതാക്കളുടെ കമ്പി സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി AR മേനോനും മറ്റും നിർദ്ദേശിച്ചതു പ്രകാരം നഗരത്തിൽ ഒരു ജൈത്രയാത്ര നടത്തി മാപ്പിളമാർ മടങ്ങി. ആയിരുന്നു ഇൻസ്പെക്ടർ നാരായണ മേനോനെങ്കിൽ കടുത്തവൻ തന്നെയാണ്. കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭരണം കേമാന്നാ കേൾക്കണത്. ഞങ്ങൾക്ക് പോലീസിനും പട്ടാളത്തിനും അടുക്കാൻ വയ്യ. മേലാറ്റൂർ ഇൻസ്പെക്ടർ മൊയ്തീന്റെ ചെവിയാജെത്തിയത് റിഡ്മാനെ കൊന്ന് പുഴയിലെറിഞ്ഞതൊക്കെ ഓർത്താ മേനി പെരുത്ത് കയറണം. എന്നാണ് ഇനി എന്റെ നേർക്ക് വരണതാവോ? വാരിയം കുന്നത്തും കൂട്ടരും ചേക്കുട്ടീന്റെ തലവെട്ടം വന്ന അന്ന് മേനോൻ കൊടുങ്ങേണ്ടതായിരുന്നു എന്നാ ഞാൻ അറിഞ്ഞത്. MP നാരായണ മേനോൻ പെൺകുട്ടികളെ ഉടുപ്പിടിച്ച് നിങ്ങൾ രക്ഷിച്ചു എന്നും കേൾക്കണുണ്ട്. എന്നിട്ടും ആ MP-യെ നിങ്ങൾ തന്നെ കുടുക്കി. കഷ്ടം. നിങ്ങളൊക്കെ പറയും പോലെ കുഴപ്പക്കാരല്ല അവരെന്നാ ഇപ്പൊ കേൾക്കണ. എതിരാളികളെയും ഒറ്റുകാരെയും വെറുതെ വിടില്ല അത്രേ. തമ്പുരാൻ പറഞ്ഞത് നേരാണ്. ഇവരാത്ര ഏർപ്പാട് ശിക്ഷിക്കുന്നു എന്നാ വാർത്ത. കട്ടവന്റെ കൈ വെട്ടിയെന്നോ സ്ത്രീകളെ അപമാനിച്ചവരെ കൊന്നുന്നൊക്കെ പറയണു. നിങ്ങളയാളെ വീണ്ടും നാട് കടത്താൻ കുറെ നോക്കിയില്ലേ? കുഞ്ഞഹമ്മദാജിയെ കൊടുക്കാൻ കുറെ നോക്കിയതാ ചേക്കുട്ടിയും ഹൈദരാജിയും ഒക്കെ. അവരിപ്പോ യമലോകത്താ. ആജിയാരെ നേരിട്ട് പിടികൂടുന്ന പണി ഇനി നടക്കില്ല. ഈ സമാന്തര ഭരണം അവരുടെ ഉറക്കം കെടുത്തി.
എങ്ങനെയുണ്ട് അത്തുട്ടിയെ കാര്യങ്ങളൊക്കെ? പ്രതിജ്ഞ ലേശിയിരിക്കണ്. വെള്ളിനേഴ് ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഭക്ഷണം തന്ന ഉളപ്പമണ്ണ മനയിൽ കയറി നന്ദി പറയാൻ പറ്റിയില്ല. കാപ്പാട്ട് കൃഷ്ണൻ നായരോട് ഇക്കാര്യത്തിൽ ഒരു കത്തെഴുതി അയക്കാൻ പറയണം. കൂടി അവർക്ക് മാപ്പിളമാരുടെ വീടുകൾ കാണിച്ചു കൊടുത്തു. നമ്മളന്ന് വെള്ളിനയിൽ കുറെ വീടുകൾ പോലും കത്തിച്ചു. ഇത് അന്വേഷിക്കാൻ ചെന്നവരെയും ഒരു കൊന്നു. മയ്യത്ത് മറവ് ചെയ്യാൻ സമ്മതിക്കാതെ അവര് കാവൽ കിടന്നെന്നാ കേട്ടത്. ഒറ്റുകാര് ശൈത്താന്മാരെ ഒരുത്തനെയും വിടരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തങ്ങളെ വിദേശി ചെകുത്താന്മാരെ പോലെ തന്നെയാണ് ഒറ്റുകാരും. പക്ഷേങ്കിൽ നിരപരാധികൾ കുടുങ്ങരുത്. വെള്ളക്കാരും ഒറ്റുകാരും ഒരുപോലെ നമ്മളെ കൊടുക്കണില്ല. എത്ര എന്ന് വെച്ചാ ശിക്ഷ കൊടുക്കുക? കട്ടവന്റെ കൈ വെട്ടി, അക്രമം ചെയ്തവരെ ചാട്ടവാറ് കൊണ്ടടിച്ചു, ചിലരെ കൊല്ലുക വരെ ചെയ്തു. അത് ചെയ്യാതിരിക്കാനാണ്. ഓല് തന്നെ ചെയ്ത് കുറെ നമ്മളെ പേരിലിട്ടും ചെയ്തു. മാർക്കം കൂടലൊക്കെ നമ്മൾ ആദ്യം തന്നെ വിലക്കിയതാണ്. ഗൂർഖകളെ കൊണ്ടുള്ള ശല്യം ചില്ലറയല്ല. പെണ്ണുങ്ങളെയും കുട്ടികളെയും വെറുതെ വിടുന്നില്ല. ഒളിപ്പോര് തകർക്കാൻ ആ ഗൂർഖകളെ ഇറക്കിയത് ക്രൂരന്മാരാണ് അവർ. മേൽമുറിയിൽ ഒരൊറ്റ ദിവസം 250 പേരെയാണ് കൊന്നു തള്ളിയത്. ഉണ്ണിയേറിയും ഉണ്ണിത്തറിയും ഒക്കെ ഇടക്ക് അവരോട് കണക്കിന് തിരിച്ചടി കൊടുക്കണോണ്ട് ഒരാശ്വാസം. കൊന്നാരത്തങ്ങളും അബൂബക്കർ മുസ്ലിയാരും താമരശ്ശേരിയിൽ വെള്ളക്കാർക്ക് സൗകര്യം കൊടുക്കണില്ല എന്നാ കേട്ടത്. ആമൂന്റെ തലക്ക് മേലെ വെടിയുണ്ട പാഞ്ഞു എന്ന് ആരോ പറഞ്ഞു. MP നാരായണ മേനോന്റെ കാര്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ്സുകാരും മുമ്പരെ കൈവിട്ടു. ഇൻഷാ അല്ലാഹ് റബ്ബ് റൂഹ് നിലനിർത്തിയാൽ ഞാൻ അതിന് പകരം വരും. ആമി കോഴിക്കോട്ട് നിന്ന് വന്നപ്പോ പറഞ്ഞത് ഖിലാഫത്ത് കേന്ദ്ര കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയത്ര. ഇവിടെ ഖിലാഫത്ത് വഴി തെറ്റിയെന്നു സഹായിക്കൂലെന്നൊക്കെ. മാധവൻ നായരും കേശവമേനോനും അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ബ്രിട്ടനെ എതിർക്കാൻ ഞമ്മക്ക് എന്തിനാ തങ്ങളെ ഖിലാഫത്ത്? പറങ്കികളെ കുഞ്ഞാലിമരക്കാമാരെ എതിർത്ത് തോൽപ്പിച്ചത് ഖിലാഫത്തിന് വേണ്ടിയിട്ടാ. സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങൾ പറഞ്ഞു, അവർ യുദ്ധം ചെയ്തു. മമ്പുറം ഞങ്ങൾ പഠിപ്പിച്ചതൊക്കെ ഓർക്കണില്ലേ? ഉണ്ണിമൂസയും ചെമ്പമ്പോക്കരും മത്തംകുരിക്കളും ഖിലാഫത്തിന് വേണ്ടിയിട്ടല്ലല്ലോ പോരാടിയത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ജന്മിമാരെ, അവരെ മൂട് താങ്ങണ ഇംഗ്ലീഷുകാരെയും എതിർക്കാൻ അവരത് ചെയ്തു. കനോലിന്റെ ബംഗ്ലാവിൽ ബാല്യക്കാര് കയറിയിട്ട് ഓന്റെ തലയും മുടലും വേറെയാക്കിയത് ഖിലാഫത്തിന് വേണ്ടിയിട്ടായിരുന്നോ? ആലി മുസ്ലിയാരുടെ പേരുകൾ ചരിത്രരേഖകളിൽ നിന്ന് വെട്ടി നീക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ദാസ്യവേല തുടരുന്നു. മർത്യമാംസം ജീവനുള്ള മർത്യമാംസം കേറ്റി മുദ്ര വെച്ചവഗണുകൾ ഓടി നിന്ന കാലം മാപ്പിളലഹളയെന്ന പേരുകൊത്തി നീളെ മാനുഷരെ വീർപ്പടച്ചു കുന്നിരുന്ന 11 നമ്പർ ചരക്ക് വാഗണിൽ 90 പേരെ കുത്തി നിറച്ചു. വാഗണിൽ തള്ളിക്കയറ്റിയവരുടെ കാലുകൾ നിലത്തമർന്നില്ല. ഒറ്റക്കാലിൽ മേൽക്കുമേൽ നിലം തൊടാതെ നിന്ന അവരെ ബ്രിട്ടീഷ് പട്ടാള മേധാവി റോബർട്ട് ഹിച്ച്കോക്ക് യാത്രയച്ചു. ഒരൊറ്റ ശ്വാസത്തിനു വേണ്ടി അവർ വാവിട്ട് നിലവിളിച്ചു. കൊടിയ ദാഹം മൂലം തൊണ്ട വരണ്ട് അവരുടെ ശബ്ദം താഴ്ന്നു തുടങ്ങി. വാഗണിൽ ഭിത്തികളിൽ അവർ ആഞ്ഞടിച്ചു. ഓരോരുത്തരായി മോഹാലസ്യപ്പെട്ട് വീഴാൻ തുടങ്ങി. മേൽക്കുമേൽ വീണവർ പ്രാണവെപ്രാളത്തിൽ പരസ്പരം കടിച്ചു കീറിയും രക്തവും വിയർപ്പും നക്കിക്കുടിച്ചും മലമൂത്രാദികളിൽ പുതഞ്ഞും എങ്ങനെയുണ്ട് ഹാജിയാരെ? വഞ്ചനയിലും കാപട്യത്തിലും നിങ്ങളെ തോപ്പിക്കാൻ വേറെ ആർക്കും ആവില്ല. മാപ്പ് തന്ന് മക്കയിലേക്ക് അയക്കാമെന്നുള്ള നിങ്ങളെ വാഗ്ദാനം കൊണ്ട് ഇൻസ്പെക്ടർ രാമനാഥയ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ലോകത്തില് ഏറ്റവും പുണ്യവും പരിശുദ്ധവുമായ മക്കയിൽ പോയി പാർക്കാൻ ആരാണ് കൊതിക്കാത്തത്? പക്ഷെങ്കില് നിങ്ങളീ പറഞ്ഞതിലെ ചതി എനിക്ക് മനസ്സിലായിക്കണ സായിപ്പേ. ഞാൻ മക്കയിലല്ല പറഞ്ഞത്, ഇവിടെ വീരേതിഹാസങ്ങൾ രചിച്ച ഈ ഏറനാടൻ മണ്ണിലാണ്. ഇവിടെ മരിച്ചു വീഴാനും ഈ മണ്ണിൽ ലയിച്ചു ചേരാനുമാണ് എന്റെ തീരുമാനം.
അതിനെ മാറ്റാൻ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിച്ചെടുത്ത ഈ മണ്ണ് കുറച്ചു കാലത്തേക്കെങ്കിലും സ്വതന്ത്രമായിരുന്നല്ലോ. ആണാണെങ്കിൽ അഴിച്ചു മാറ്റണ ഈ വിലങ്ങ്. ഞാനിവിടെ പൊരുതി വീഴാം. ആറ്റേ, അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ? ഞങ്ങള് മരണവും അന്തസ്സോടെ വേണമെന്ന് ആശിക്കുന്നവരാണ്. നിങ്ങൾ കണ്ണുകെട്ടി പിന്നിന്ന് വെടിവെച്ച് കൊല്ലുകയാണ് പതിവെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണുകെട്ടാതെ മുമ്പിൽ നിന്ന് എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കണം. അതിനുള്ള ആണത്വമെങ്കിലും കാണിക്കണ സായിപ്പേ. എന്നെ അവസാനിപ്പിച്ചത് കൊണ്ട് ഈ പോരാട്ടം തീരൂല. ഋഷികളുടെ മാപ്പിളമാരിവിടെ ഇനിയും പിറന്നു വീഴും. അക്രമത്തിനും അനീതിക്കുമെതിരെ അവർ എല്ലാ കാലത്തും ഉയർത്തെഴുന്നേൽക്കും. രാജ്യം കൊള്ളയടിക്കാനും നാട്ടുകാരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനും വരുന്ന ശൈത്താന്മാര് പുറത്തു നിന്നായാലും അകത്തു നിന്നായാലും അവരോട് ഏറ്റുമുട്ടാൻ എന്റെ കുട്ടികൾ എന്നും ഉണ്ടാകും. അത് ഞങ്ങൾ വിശ്വാസികളുടെ ബാധ്യതയാണ്. രണ്ടാലൊന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ ധീരമായ മരണം. ഇതൊരു പര്യവസാനമല്ല. അസ്തമിക്കാത്ത സൂര്യനു താഴെ വൻകരകളെ അതിർത്തി ദേശങ്ങളാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറവറപ്പിച്ച വാരിയം കുന്നന് മരണമില്ല. ദേശാഭിമാനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ചോരയിൽ പൂത്ത സമര വസന്തത്തിന്റെ പുത്രന്മാർ തലമുറ തലമുറകളായി ഇവിടെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. ഒറ്റുകാരും ദേശദ്രോഹികളും വംശീയതയുടെ അപോസ്തലന്മാരും നിഷ്കാസിതരാവുന്നത് വരെ ഈ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, അറിയുക, കാലത്തിന്റെ നിലവറയിൽ സ്വയം രചന നിർവഹിക്കുന്ന എഴുത്താണികളുണ്ട്. ആത്മാർപ്പണത്തിന്റെ ആകാശഗോപുരങ്ങളായി വാണരുളിയ സാധാരണ മനുഷ്യരുടെ ഹൃദയ രക്തം പുരണ്ട എഴുത്താണികൾ. ഒരു കൊടുങ്കാറ്റിനും പ്രളയത്തിനും ആഴക്കടലിനും കീഴടക്കാനാവാത്ത ഇതിഹാസ ജന്മങ്ങൾ. സ്വതന്ത്ര സമര പോരാളികളുടെ ചരിത്ര വഴികൾ മരതീടുമ്പോൾ ശിരസിനേറ്റ വെടിയുണ്ടകളുടെ പതിഞ്ഞ പാടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.